വെൽക്കം ബാക്ക് ടു സൈലം. ഞാൻ നിങ്ങളുടെ സ്വന്തം VTRMS ആണ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമ്മൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, അതേപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഈ 4 പ്രോസസ്സുകൾ എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം, ഇതെങ്ങനെ മറക്കാത്ത രീതിയിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? അപ്പൊ മിസ് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമുക്കറിയാം നമ്മുടെ 2 ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ അത് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ കുറെ പേർക്ക് ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ഇന്നത്തോടെ നമുക്ക് ആ കൺഫ്യൂഷൻസ് മൊത്തത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ മിസ്സിന്റെ കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതെ, ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 4 കൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു 4 ലൈൻസ് അങ്ങോട്ട് വരച്ചു വെക്കാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, പിന്നെ നമ്മൾ ജന്മണ്ടെങ്കിൽ മറക്കില്ല. അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തെ ലൈൻ ഒന്ന് നോക്കി, ഈ ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്യൂഷൻ പഠിക്കുന്നത്. റെഡി? അപ്പൊ ഈ ഡിഫ്യൂഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇതിപ്പോ ജസ്റ്റ് ഒരു മെംബ്രെയിൻ, ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു മെംബ്രെയിൻ ആണ്. അപ്പൊ ആ മെംബ്രെയിനിൽ ഈ ഒരു സൈഡിലായിട്ട് നിറയെ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഭാഗത്ത് നിറയെ മോളിക്യൂൾസ് ആണ് കേട്ടോ, കുറെ മോളിക്യൂൾസ് ഈ ഒരു സൈഡിലുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഫുൾ തിക്കും തിരക്കാണ് അല്ലെ, മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഭയങ്കര തിക്കും തിരക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു റൂമിൽ ഭയങ്കര തിക്കും തിരക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഫുൾ എന്തായാലും നല്ല വിശാലമായിട്ട് കിടക്കുന്നു. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി എന്താ ചെയ്യാ, നല്ല തിരക്കുള്ള സ്ഥലത്ത് തന്നെ എന്നാ പിന്നെ ഇവിടെ തിരങ്ങട് നിന്നേക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുവോ? ഒരിക്കലും ഇല്ലല്ലേ. നമ്മൾ എന്ത് ചെയ്യൂ, നമ്മൾ ആരും പറഞ്ഞു വിടേണ്ട, ഉന്തി തള്ളി വിടേണ്ട ആവശ്യമില്ല. നമ്മൾ സുഖമായിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും അല്ലെ. കാരണം തിക്കും തിരക്ക് പിടിച്ച് നിൽക്കാനായിട്ട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ ആ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അതേപോലെ തന്നെയാണ് ഇവിടെ മോളിക്യൂൾസും ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നിന്നാണ് തിക്കും തിരക്കും പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്നു, നേരെ പോകുന്നു. കാരണം എന്താ, ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ട് കിടക്കല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫ്യൂഷനിൽ സംഭവിക്കുന്നത്. ഡിഫ്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഭാഗത്ത് ഹയർ കോൺസെൻട്രേഷൻ അല്ലേ, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ ആണ്. ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്ത് നിന്നും എന്ത് ചെയ്യുന്നു, ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു, തന്മാത്രകൾ മൂവ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് എന്ത് മക്കളെ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂഷന്റെ ഡെഫിനിഷൻ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. മോളിക്യൂൾസ് മൂവ്സ് ഫ്രം, എവിടെന്നാ മൂവ് ചെയ്യുന്നത്, ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്തുനിന്നും എന്ത് ചെയ്യുന്നു, ടുവേർഡ്സ് ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക്. അതായത് തിക്കും തിരക്കും കൂടിയ ഭാഗത്ത് മോളിക്യൂൾസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഭാഗത്തുനിന്നും കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സിമ്പിൾ ഡിഫ്യൂഷൻ അഥവാ ഡിഫ്യൂഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. റെഡി ആണല്ലോ? ഇത് എത്രയുള്ളൂ, കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തുനിന്നും കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. കിട്ടിയല്ലോ? ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്തതും സെയിം തന്നെയാണ്. ഓക്കെ, സെയിം തന്നെയാണ് സംഭവം. അതായത് ഇവിടെ നിറയെ മോളിക്യൂൾസ് ഉണ്ട്, ഈ ഭാഗത്ത് നിറയെ മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് കുറവാണ്. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, നമ്മളിങ്ങനെ തിക്കും തിരക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്ത് നോക്കുമ്പോ എന്താണ്, അതാ നോക്കുമ്പോ അവിടെ വിശാലമായിട്ടുള്ള റൂം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എന്നാ പിന്നെ പോയേക്കാമെന്ന് വെച്ച് നമ്മളിങ്ങനെ പോവാൻ നിൽക്കും. പക്ഷെ അങ്ങനെ വെറുതെ ഒന്നും പോകാൻ പറ്റില്ല. കാരണം എന്താണ്, കാരണം ഇവിടെ ഒരു വാതിലുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ ഉള്ളിൽ കൂടെ മാത്രമേ നമ്മൾ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു വാതില് ഇതിന്റെ ഇടയിലായിട്ടുണ്ട്. റെഡി? ആ വാതിൽ ആരാണെന്ന് മനസ്സിലായോ? ഇവിടെയായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരു വാതിൽ ഇതിന്റെ ഇടയിലുണ്ട്. ഓക്കെ, ആ വാതിലിന്റെ ഇടയിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവര് കടത്തി വിടുള്ളൂ. ഈ വാതിലാണ് നമ്മുടെ കാരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആരാണ്? കാരിയർ പ്രോട്ടീൻസ്. അപ്പൊ ഈ കാരിയർ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ കോൺസെൻട്രേഷൻ തിരക്കുള്ള ഭാഗത്ത് നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ വാതിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ പോട്ടറൈറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓരോരുത്തരായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ കടത്തി വിടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. മറ്റേ കളറിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും എന്ത് സംഭവിക്കുന്നു മക്കളെ, ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. പക്ഷെ എന്താണ്, ഒരു കാരിയർ പ്രോട്ടീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അല്ലെ. അതിന്റെ ഉള്ളിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെ. ഇവിടെയുള്ള മോളിക്യൂൾസിനൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാലേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിങ്ങനെ ഈ പരിപാടി ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫെസിലിറ്റേറ്റ് ആയിട്ട് ആരുണ്ട്, ഇവിടെ നമ്മുടെ കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്താണ്, ഈ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ്, ഇതിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ്, എന്താ പറയാ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, സാധാ ഡിഫ്യൂഷൻ. അവിടെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല.
നേരത്തെ നമ്മുടെ സിമ്പിൾ ഡിഫ്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നേരെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ, ഒരു കാരിയർ പ്രോട്ടീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, അവരാണ് ഈ പറയുന്ന ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിനെ മൂവ് ചെയ്യുന്നത്. റെഡി ആണല്ലോ? ഇത്രയുള്ള നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ രണ്ടാമത്തെ ആളെയും പഠിച്ചില്ലേ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ, ഒരു കാരിയർ പ്രോട്ടീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. റെഡി ആണല്ലോ? ഇതാണ് എന്ത് മക്കളെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ രണ്ടെണ്ണം പഠിച്ചില്ലേ, ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പഠിച്ചു. ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഹയർ കോൺസെൻട്രേഷൻ, തിരക്കുള്ള ഭാഗത്തു നിന്നും തിരക്ക് കുറവുള്ള ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ മൂവ് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്യില്ല, അതാണ് ഇവിടെ ഒരു പ്രത്യേകത. റെഡി? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഉപ്പുവെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയം നമ്മൾ എന്താ പറയാ, ഉപ്പാണ് സൊല്യൂട്ട്, അതേപോലെ തന്നെ വെള്ളം അല്ലെ, ഉപ്പ് സൊല്യൂട്ടും വെള്ളം സോൾവെന്റും ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇതേപോലെ ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്നത്, ഇവിടെ ഈ സൊല്യൂട്ട് അല്ല മൂവ് ചെയ്യുക, ഇവിടെ ആരാണ് മൂവ് ചെയ്യാന്നറിയോ? മിസ് കാണിച്ചു തരാ. ഇവിടെ ഈ മിസ് ഈ ഒരു കളറിൽ കൊടുത്തിട്ടുള്ള ഈ ആളാരാന്നറിയോ? ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കടത്തിവിടില്ല. മിസ് ഇപ്പൊ ഈ ഒരു കളറിൽ കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ്, ബാക്കിയുള്ള ആൾക്കാരുടെ കളർ മിസ് മാറ്റിത്തരാം. ബാക്കിയുള്ളവർക്കൊക്കെ സെപ്പറേറ്റ് ആണെന്ന് കാണിക്കാനായിട്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ മിസ് ഇങ്ങനെ കാണിച്ചുതരാം. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ സൊല്യൂട്ടാണേ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളടത്തൊക്കെ എന്താണ്, വാട്ടർ മോളിക്യൂൾസ് ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കൂടുതലാണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചാൽ എല്ലാവരും കടത്തിവിടില്ല. ഓക്കെ, ഈ ഒരു മെംബ്രെയിൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു മെംബ്രെയിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു മെംബ്രെയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെംബ്രെയിൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. എന്താ പറയാ, സെമി പെർമിയബിൾ. അതിന്റെ പ്രത്യേകത തന്നെയാണ് ഇതാ, സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ഈ ഒരു മെംബ്രെയിൻ. അതായത് ഇതൊരു അർദ്ധധാര്യ സ്ഥലമാണ് എന്ന് വെച്ചാൽ എന്താ, എല്ലാരും കടത്തിവിടില്ല. എല്ലാരും പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എല്ലാരും കടത്തിവിടില്ലേ, ഇതെന്ന് വെച്ചാൽ സെമി പെർമിയബിൾ, അതായത് എല്ലാവരും കടത്തിവിടില്ല, ചില ആൾക്കാരെ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഈ കണ്ടീഷൻ ആരെയാണ് കടത്തിവിടുന്നത്? ഇവിടെ വെള്ളത്തിനെയാണ് കടത്തിവിടുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ മോളിക്യൂൾസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കടത്തിയുള്ളൂ. ആ വാട്ടർ മോളിക്യൂൾസ് ആണ് മിസ് ഈ ഒരു കളറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ? അപ്പൊ വാട്ടർ മോളിക്യൂൾസിന് മാത്രമേ ഇവര് കടത്തിവിടുള്ളൂ. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് എന്താണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അത് ഏത് മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യുന്നത്? ഏത് മെംബ്രെയിനിൽ കൂടെ? അത് നമ്മുടെ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ. അതാണ് ഈ മെംബ്രെയിൻ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഓക്കെ, എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ കോൺസെൻട്രേഷൻ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, വാട്ടർ മോളിക്യൂൾസ് മാത്രമാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. അതേ ഏത് മെംബ്രെയിനിൽ കൂടെ? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ മക്കളെ? ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കും. ഓക്കെ, എന്താ വിളിക്കുക? ഓസ്മോസിസ് എന്ന് വിളിക്കും. ഈ ഒരു ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ അവിടെ വാട്ടർ മോളിക്യൂൾസ് മാത്രമല്ലേ മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ വെള്ളത്തിൽ നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് വീർത്ത് വരും. കാരണം എന്താണ്, പുറത്തുനിന്നുള്ള ഫ്രഷ് വാട്ടർ നമ്മുടെ ഉണക്കമുന്തിരിന്റെ ഉള്ളിലേക്ക് കയറി അല്ലെ. കാരണം ഉണക്കമുന്തിരിന്റെ ഉള്ളിൽ വെള്ളമൊക്കെ പോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞാലായിരിക്കുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി വരികയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? വാട്ടർ മോളിക്യൂൾസ് മാത്രം ഉള്ളിലേക്ക് കയറി. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, ഓസ്മോസിസ് നടന്നു. ഓക്കെ, അതേപോലെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോവും. കാരണം എന്താണ്, അതിന്റെ ഉള്ളിൽ നിന്ന്, മാങ്ങയുടെ ഉള്ളിൽ നിന്നും എന്ത് സംഭവിച്ചു, വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് പോയി അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, എല്ലാതും ഓസ്മോസിസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പറയുന്ന ഓസ്മോസിസ് മൂവ് ചെയ്യുന്നുള്ളൂ. കിട്ടിയല്ലോ? റെഡി അല്ലേ? മറക്കരുത്, ഇവിടെ നിന്നാണ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു അല്ലെ. വാട്ടർ മോളിക്യൂൾസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്നും കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓസ്മോസിസ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ മക്കളെ? ശരിയല്ലേ? ഈ ലാസ്റ്റ് ഒരു ഒറ്റണം കൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? ഇതിന്റെ ഒക്കെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫുൾ എന്തായിരുന്നു, എല്ലാതും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ആൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആളുടെ പ്രത്യേകത ഉണ്ട്.
ഓക്കെ, ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളർ മാറ്റട്ടെ. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആള് ഇവിടെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ എന്താണ്, ലോവർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, 1 2 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ, നിൽക്കുക 3 മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും എന്ത് ചെയ്യണം, ഇവിടെ ഓൾറെഡി ബാക്കി എല്ലാവരും എത്തി. ഓക്കെ, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ എല്ലാവരും ഇവിടെ കുറെ മോളിക്യൂൾസ് ഇവിടെ എത്തി. പക്ഷെ ഇനി എന്ത് ചെയ്യണം, ഈ ബാക്കിയുള്ള ഈ ആൾക്കാരെയും കൂടെ എന്ത് ചെയ്യണം, അവിടേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ ലോവർ മോളിക്യൂൾസിൽ നിന്ന് എന്ത് ചെയ്യണം, ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഇവരെ എത്തിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ നല്ല വിശാലമായിട്ട് റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളോട് പറയാണ്, ദേ അവിടെ ഒരു റൂമിൽ നിറച്ച ആൾക്കാർ തിക്കി നിറഞ്ഞു നിൽക്കുന്നു, അവിടേക്ക് പോവാൻ പറയാണ്. അപ്പൊ നമ്മൾ പോവോ, നമ്മൾ ജന്മടി പോവില്ലല്ലേ, നമ്മൾ പറയും അവർക്ക് വഴി നിന്നാ മതി, ഞങ്ങൾക്ക് അങ്ങോട്ട് പോണ്ടാന്നൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മൾ ആൾക്കാർ വരില്ലേ, നമ്മളെ കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യും, സെക്യൂരിറ്റി ചേട്ടന്മാര് വരും അല്ലെ, വായോ വായോ എന്ന് പറയും. അപ്പൊ നമ്മള് വെറുതെ പറഞ്ഞാൽ നമ്മൾ പോവോ, ഇല്ല അല്ലെ. അപ്പൊ ആ സെക്യൂരിറ്റി ചേട്ടന്മാർ ആദ്യം മിസ് ദേവ് പറഞ്ഞുതരാ, നമ്മൾ വെറുതെ പോവില്ല. ഏതി കൂടെ പോവാ, ആരുടെ കൂടെ വേണം പോകാനായിട്ട്, സെക്യൂരിറ്റി ചേട്ടന്മാർ ദേ ഇവിടെ ഉണ്ടാവും അല്ലെ. സെക്യൂരിറ്റി ചേട്ടന്മാർ ആരാണ് മക്കളെ, നേരത്തെ മിസ് പറഞ്ഞ നമ്മുടെ കാരിയർ പ്രോട്ടീൻസ് അല്ലെ. ഈ കാരിയർ പ്രോട്ടീൻസ് ഇതാ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവരുടെ സഹായത്തോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്പുറത്തേക്ക് എത്താനായിട്ട്. മാത്രമല്ല നമ്മളാണെന്നുണ്ടെങ്കിൽ പോവില്ല അല്ലെ. ഈ കാരിയർ പ്രോട്ടീൻസ് സംഭവം ഇവര് നമ്മളെ പിടിച്ചു വെച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോവോ, നമ്മൾ പോവില്ല. നമ്മൾ പറയും ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അപ്പൊ ആ തിക്കും നിരക്കുള്ള ഭാഗത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ സെക്യൂരിറ്റി ചേട്ടന്മാർ ഇങ്ങനെ പീഡിച്ചു വലിച്ചു കൊണ്ടുപോകും അല്ലെ. അവരുടെ എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, പീഡിച്ചു വലിച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ ഈ ചെറിയ കുറച്ച് മോളിക്യൂൾസ് ഉള്ള ഭാഗത്തു നിന്നും കൂടുതലുള്ള ഭാഗത്തേക്ക് മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ എന്ത് വേണം, എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അല്ലെ, പീഡിച്ച് വെച്ചവർ കൊണ്ടുവരണം അല്ലെ. അപ്പൊ എനർജി കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഇവിടെ നമ്മൾ എനർജി മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ATP ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എനർജി അങ്ങോട്ട് യൂസ് ചെയ്യും. ഓക്കെ, എനർജി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ATP ആണ്. ഓക്കെ, ATP നമ്മൾ യൂസ് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് എനർജിയുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും എന്താ സംഭവിച്ചത്, ലോവർ കോൺസെൻട്രേഷൻ നിന്ന് മോളിക്യൂൾസ് എന്തെത്തി, ഹയർ കോൺസെൻട്രേഷനിലേക്ക് എത്തി. ഇത്രയും നേരം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇത്രയും നേരം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ആയിരുന്നു എത്തിയിരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാസ്റ്റത്തെ ഈ പ്രോസസ്സിൽ നടക്കുന്നത് അല്ലെ. ഒരു ആക്റ്റീവായിട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു, ഇതിനെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് നമ്മൾ വിളിച്ചു. എന്താ വിളിച്ചത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് നമ്മൾ വിളിച്ചു. ഇത്രയാണ് 4 പ്രോസസ്സുകൾ. കിട്ടിയോ മക്കളെ, റെഡി ആണല്ലോ. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മുടെ ഓസ്മോസിസ് വെച്ചാൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ആണ് അല്ലെ. വാട്ടർ മോളിക്യൂൾസ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് ആയിരുന്നു. ത്രൂ ഏതായിരുന്നു, ഒരു സെമി പെർമിബിൾ മെമ്പറിലൂടെ ആയിരുന്നു മൂവ് ചെയ്തിരുന്നത്. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്തായിരുന്നു, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എവിടെ നിന്നാണ്, ഫ്രം ലോവർ കോൺസെൻട്രേഷൻ അല്ലെ, ഗാഢത കുറവുള്ള ഭാഗത്തു നിന്നും ടുവേർഡ്സ് ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടുതലുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ആരുടെ സഹായത്തോട് കൂടിയിട്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP അല്ലെ. ഇവിടെ എനർജി വേണം, പിന്നെ അതേപോലെ തന്നെ എന്താണ്, കാരിയർ പ്രോട്ടീൻസ് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നടക്കുന്നതാണ് എന്ത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കിട്ടിയോ, റെഡി ആയല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതെന്തായാലും ഈ ഒരു ഭാഗത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഇത് ഏതാന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഈ പിക്ചേഴ്സ് അതിലുണ്ട് അല്ലെ. ഫസ്റ്റത്തെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ചെയ്യുന്നു, മോളിക്യൂൾസ് ലോവർ ഇവിടെ കുറവല്ലേ, ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതേതാണ്, ജസ്റ്റ് വെറുതെ മൂവ് ചെയ്യുന്നു അല്ലെ, തിരക്കുള്ള ഭാഗത്തും തിരക്ക് കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അതേതായിരിക്കും, ഡിഫ്യൂഷൻ അല്ലെ. ഈക്വൽ ആയി കഴിഞ്ഞാൽ നിർത്തും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കിയ മക്കളെ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, സംഭവം ഇവിടേക്കാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു കാരിയർ പ്രോട്ടീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ് ഏതായിരിക്കും, അതേതായിരിക്കും, അത് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ ഇതേതാണ്, ഇവിടെ ഈ കളറിൽ കാണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആരാണ്, നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈ വാട്ടർ മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹയർ ഇവിടെ കൂടുതലല്ലേ, ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ. രണ്ടിടത്തും വാട്ടർ മോളിക്യൂൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷൻ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ കുറവുള്ളൂ അല്ലെ, കുറവുള്ള ഭാഗത്ത് നിന്ന് എരോമാർക്ക് പോകുന്ന എങ്ങോട്ടാണ്, കൂടുതലുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ അത് വെറുതെ നടക്കില്ല. ആരുടെ സഹായത്തോടു കൂടി ഇവിടെ വേണം, ഇവിടെ ATP നമ്മൾ ഉപയോഗിക്കും, എനർജി മോളിക്യൂൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ കാരിയർ പ്രോട്ടീൻസ് യൂസ് ചെയ്യും അല്ലെ. അതിന്റെ സഹായത്തോടു കൂടിയിട്ട് മൂവ് ചെയ്യുന്നതാണ് എന്ത്, അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ,
റെഡി? സെറ്റ് ആണല്ലോ? ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എക്സാമിന് ഇനി ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാം? മിസ്സിനെ സ്മരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ അത് ഈ ഇതില് നിങ്ങൾക്ക് മിസ് എങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മിസ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് മിസ് എന്ത് ചെയ്തു തരാം? എന്താ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇത് എന്താന്നുള്ളത് മനസ്സിലാക്കണേ. ഇവിടെ കാരിയർ പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. ഓക്കെ, കാരിയർ പ്രോട്ടീൻസ് ഇവിടെ പ്രസന്റ് ആണ്. കുറച്ച് ലുക്ക് ആയിക്കോട്ടെ. ഓക്കെ, ഗ്യാപ്പ് ഒക്കെ വരട്ടെ. കാരിയർ പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് നിറയെ മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കുറവാണ്. ഓക്കെ, ഇവിടെ കുറവാണ്. ഇവിടെ നിന്ന് എന്താ സംഭവിച്ചതാ? ഈ ഹയർ കോൺസെൻട്രേഷൻ നിന്നും മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ് എന്ന് അറിയുന്നവർ വേഗം തന്നെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന്റെ പേരെന്ത് എന്നുള്ളത് എന്ത് ചെയ്യുക? അറിയുന്നവർ, കിട്ടിയവർ വേഗം തന്നെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാരത്തോണിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന കൂടുതൽ ഡീറ്റെയിൽസും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരൊറ്റ ക്ലാസ് പോലും മിസ്സാക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കൾ എല്ലാവർക്കും ചക്രമ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ, ലവ് യു ആൾ.